എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു വെറൈറ്റി ചായ ഉണ്ടാക്കിയെടുത്തതാണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സ്വാദോടു കൂടിയും നമുക്കിത് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇതുപോലൊരു ചായ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒരുപാട് തന്നെ ഇഷ്ടപ്പെടുന്നതുമാണ്. അപ്പോൾ എങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ള ചായ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും ചാനൽ ഫോളോ ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. അപ്പോൾ നമുക്ക് ചായ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി പഞ്ചസാര നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ചെറിയ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഇതേ ഒരു കളറിലേക്ക് പഞ്ചസാര ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടത് 4 ഇതുപോലുള്ള ഏലക്കയാണ്. നിങ്ങളുടെ കൈവശം ഈ ഒരു ഏലക്ക ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിത്യമുള്ള ഏലക്ക എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു കറുത്ത ഏലക്കയാണ് ഉപയോഗിക്കുന്നത്. ഈ ഏലക്ക നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമുക്കിത് മസാലക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് മന്തി മസാലയിൽ സ്പെഷ്യൽ ഏലക്കയാണ് കേട്ടോ. ഇതിന് അല്പം വില കൂടുതലാണ്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിന്നൊരു 3 ഗ്ലാസ് അളവിലുള്ള ചായയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വലിയ ഗ്ലാസ്സിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ വെട്ടി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഏലക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടണം. അതുവരെയാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. വെള്ളം ഇപ്പോൾ ഒരു മിനിറ്റ് നേരം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പാലൊന്ന് തിളച്ച് വരണം. പാല് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു 4 ടീസ്പൂൺ അളവിലെ ചായപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്പൂണിൻ്റെ അളവ്. 1 കപ്പ് ചായക്ക് 1 ടീസ്പൂണാണ് കേട്ടോ ചായപ്പൊടിയുടെ അളവ്. പാല് ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടും. നമ്മുടെ പാല് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് നേരമാണ് കേട്ടോ ഞാൻ ഈ പാലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ചായപ്പൊടി ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ചായപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ ചൂടാക്കിയും കൂടി എടുക്കാം. ചായപ്പൊടി ചൂടാക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. ഒന്ന് ചൂടായി തുടങ്ങിയപ്പോൾ നല്ല മണമൊക്കെ വന്ന് തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു പാല് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ചായപ്പൊടി നന്നായിട്ടൊന്ന് ഇളകി വരാനും വേണ്ടിയിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പാലിലേക്ക് ഈ ചായപ്പൊടി നന്നായിട്ട് ഇളകി കിട്ടും. 1 മിനിറ്റ് നേരം മൂടി വെച്ച ചായ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചായ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി വെറൈറ്റി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വല്ലപ്പോഴെങ്കിലും ഇതുപോലൊരു ചായ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ചായ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കില്ല. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ കൂടി എത്തുന്നതാണ്. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ വീണ്ടും കാണാം.